നമസ്കാരം. കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം ഇടയ്ക്ക് വീട് മാറുന്നവർ അല്ലെങ്കിൽ തങ്ങളുടെ മുൻ വിലാസത്തിൽ നിന്ന് വീട് മാറിയിട്ടുള്ളവർ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ 2002 കേരളത്തിലെ ഒരു വോട്ടറായിരുന്നോ എങ്കിൽ ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഇലക്ഷൻ പട്ടിക ക്രമപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും BLOമാർ വീട്ടിലെത്തി ഫോം നൽകി കഴിഞ്ഞു. എന്നാൽ ഇത് കിട്ടാത്ത ചില ആളുകൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, എനിക്കിതാ തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട്, എനിക്ക് സ്ലിപ്പ് കിട്ടി, അതുകൊണ്ട് എനിക്കിത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് വരുന്ന 9-ാം തീയതി 11-ാം തീയതിയായി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ്. അതിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ SIR ഫോം കൊടുക്കണ്ട എന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. എൻ്റെ സുഹൃത്തിൻ്റെ വീട് സിറ്റിയിലായിരുന്നു. അയാൾ ഇപ്പോൾ താമസിക്കുന്നത് ഗ്രാമപ്രദേശത്തിലാണ്, ഒരു പഞ്ചായത്തിലാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ BLOയെ കണ്ടെത്തി ആ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും. ചിലപ്പോൾ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പൗരത്വം ചോദ്യം ചെയ്യാനും ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട് എന്നാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ SIR ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പലർക്കുമുള്ള സംശയം, ഞങ്ങൾ വിദേശത്താണ്, ഞങ്ങൾ സ്ഥലത്തില്ല എന്നാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, അത്തരത്തിലുള്ള വോട്ടർമാരെ ആബ്സെന്റ് അല്ലെങ്കിൽ ഫോം വിതരണം ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവർ ഫോം സൈൻ ചെയ്ത് തിരിച്ചു തരുന്നില്ല എന്ന് മാർക്ക് ചെയ്ത് തിരികെ കൊടുക്കാനാണ്. അതായത് നിങ്ങളുടെ ഫോമുകൾ മാർക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫോമുകൾ പൂരിപ്പിച്ചിട്ടില്ല എന്ന് അനുമാനിക്കുന്നു. ഫോം എത്രയും പെട്ടെന്ന് പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ BLOയെ എങ്ങനെ കണ്ടെത്താം എന്നാണ് വളരെ എളുപ്പത്തിൽ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഹൂ ഈസ് മൈ BLO എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് വരും. ആ ലിങ്കിൽ കൂടി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിങ്ങൾക്ക് BLOയെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അതിന് നിങ്ങളുടെ വാർഡ്, നിങ്ങളുടെ ബൂത്ത് ഒക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു വഴിയാണ്, വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യലാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു OTP വരും. അങ്ങനെ ആ OTP വഴി നിങ്ങൾക്ക് ആ ആപ്പിലേക്ക് പ്രവേശിക്കുകയും അവിടെ വോട്ടർ സർവീസ് എന്ന ഒരു ഭാഗം നടുക്കായി കാണാം. വോട്ടർ സർവീസ് എന്ന ഈ ഭാഗം എടുക്കുമ്പോൾ അവിടെ നമുക്ക് താഴെ മൂന്നാമതായിട്ട് കാണാൻ സാധിക്കും നോ യുവർ DEO ERO BLO എന്ന ഒരു കോളമുണ്ട്. അതിൽ തൊട്ട് കഴിയുമ്പോൾ അവിടെ ഒരു കോളം വരികയും ആ കോളത്തിൽ നിങ്ങളുടെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് ഇലക്ഷന്റെ ID കാർഡിന്റെ നമ്പറാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. 3 ഇംഗ്ലീഷ് അക്ഷരങ്ങളും 7 ഡിജിറ്റുമുള്ള ഒരു നമ്പറായിരിക്കും ഈ എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പർ നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ അതിന് തൊട്ട് താഴെ ഒരു ക്യാപ്ച തെളിയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ BLOയുടെ പേരും ഫോൺ നമ്പരും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ BLO ആരാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ഇനിയും ഫോം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഫോം ഉടനടി ലഭ്യമാക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുക. ആ BLO അദ്ദേഹം നിങ്ങൾക്ക് ഫോം എത്തിച്ചേരും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. BLOയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഫോം വാങ്ങിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ വാട്സാപ്പിലോ മെയിലിലോ അയച്ച് അതിൻ്റെ ഒരു കോപ്പി സൈൻ ചെയ്ത് തൽക്കാലം കൊടുക്കുക. അങ്ങനെ ഒരു ഓപ്ഷനും പരീക്ഷിക്കാവുന്നതാണ്. വോട്ട് അമൂല്യമാണ്, അത് പാഴാക്കരുത്. ആർക്കും വോട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവരുത്. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന ഈ ആപ്പ് വളരെ പ്രയോജനപ്രദമാണ്. ഇതിൻ്റെ മറ്റ് പ്രയോജനങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.